നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിൽ തേടി എത്തുന്ന പ്രവാസികൾ പലപ്പോഴും പറ്റിക്കപ്പെടുന്ന വാർത്തകൾ ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മനുഷ്യക്കടത്ത് തന്നെയാണ്. നല്ല ജോലിയും നല്ല വാസസ്ഥലവും നൽകാമെന്ന് പറഞ്ഞ് പലപ്പോഴും ഗൾഫിലെത്തുന്ന പ്രവാസികൾ കാണുന്നത് ദയനീയ കാഴ്ചകളാണ്. പറ്റിക്കപ്പെട്ടതിൽ ഏറെയും സ്ത്രീകളും ഉണ്ട്. ഇത്തരത്തിൽ വാർത്തകൾ നാം ഏറെ കേട്ടതാണ്. പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേട്ട വാർത്തകളും ദയനീയം തന്നെയാണ്. ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്തോറും പോലീസും നോർക്കയും മുന്നറിയിപ്പുകൾ ദിനംപ്രതിയും നൽകുന്നുണ്ട്. ഇന്ത്യൻ എംബസിയും ഇതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഇപ്പോഴിതാ ഇതിനെല്ലാം പരിഹാരം കാണാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ. സംസ്ഥാന പോലീസും നോർക്കയും വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ശുഭയാത്രയുടെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ ഐഡികളും നിലവിൽ വന്നിട്ടുണ്ട്. വിദേശ രാജ്യത്തേക്കുള്ള അനധികൃത റിക്രൂട്ട്മെന്റുകൾ, വിസ തട്ടിപ്പുകൾ എന്നിവ സംബന്ധിച്ച് പ്രവാസി മലയാളികൾക്ക് ഇനി മുതൽ പരാതികൾ നേരിട്ട് തന്നെ അറിയിക്കാവുന്നതാണ്. spnri.pol@kerala.gov.in അഥവാ dyspnri.pol@kerala.gov.in എന്നീ ഇമെയിലുകൾ വഴിയും 0471272154 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും പ്രവാസികൾക്ക് പരാതികൾ അറിയിക്കാം. ഈ വിവരങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ്. വിസ തട്ടിപ്പ്, വിദേശത്തേക്കുള്ള തൊഴിൽ തട്ടിപ്പുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി, നോർക്ക റൂട്ട്സ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ്, കേരള പോലീസ് എന്നിവരുടെ സംയുക്ത യോഗം മുൻപ് വിളിച്ചത്. ഇതേ തുടർന്നാണ് ഓപ്പറേഷൻ ശുഭയാത്ര നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. വ്യാജ റിക്രൂട്ട്മെന്റ്, മനുഷ്യക്കടത്ത് എന്നിവയിലൂടെ വിദേശത്ത് കുടുങ്ങിപ്പോകുന്നവരുടെ ഇന്ത്യൻ എംബസി, പ്രവാസി സംഘടനകൾ എന്നിവരുടെ സഹായത്തോടെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്നതിന് നിലവിൽ നോർക്ക വകുപ്പും നോർക്ക റൂട്ട്സും സത്വര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നിയമാനുസൃതമല്ലാത്ത റിക്രൂട്ട്മെന്റ്, വിസ തട്ടിപ്പ് എന്നിവയ്ക്കെതിരെ വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനു പുറമെയാണ് പ്രവാസികൾക്ക് നേരിട്ട് പരാതി നൽകാനും നിയമ നടപടിക്കുമുള്ള വിപുലമായ സംവിധാനം കൂടി നിലവിൽ വന്നിട്ടുള്ളത്. തീരദേശം, വിമാനത്താവളങ്ങൾ എന്നിവ മുഖേനയുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾക്കനുസരിച്ച് നിലവിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അധികൃതർ. സോഷ്യൽ മീഡിയ വഴിയുള്ള റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ തടയുന്നതിന് പോലീസിന്റെ സൈബർ വിഭാഗത്തിന്റെ സേവനവും പ്രയോജനപ്പെടുത്തി വരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് IG നോഡൽ ഓഫീസറുമായി സ്റ്റേറ്റ് സെല്ലും പ്രവർത്തിച്ചു വരികയാണ്. നോഡൽ ഓഫീസറുടെ മേൽനോട്ടത്തിൽ എല്ലാ പോലീസ് ജില്ലകളിലും ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റുകളും രൂപീകരിച്ചിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.